ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീ ക്ലാസ്സിൻ്റെ ഡേ 1 പാർട്ട് 2 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ട സാധനങ്ങൾ സാറ്റിൻ ബോ. ഞാനിപ്പോൾ ഇതേപോലുള്ള സാറ്റിൻ ബോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ചെയിൻ ഇതാ ഇതുപോലുള്ള ചെയിനാണ് എടുത്തിട്ടുള്ളത്. സിൽവർ ചെയിനാണ് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നല്ലത്. പിന്നെ നമുക്ക് 1 ഡേ ചെയിനൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് സാറ്റിൻ ബോ, ജംഗ്ലിങ്സ്, ചെയിൻ ഹുക്ക്, ഇസ്കുളത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് റിബൺ കൊണ്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, റിബൺ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള മുട്ട് സൂചി കുത്തി വെക്കുകയാണെങ്കിൽ റിബൺ പോകാതെ നല്ല വൃത്തിയിൽ നമുക്ക് നിൽക്കും. ഫുള്ള് അത് ഇളകി പോകാതെ നല്ല വൃത്തിയിൽ നിൽക്കും. ഇനി നമുക്ക് ഈ റിബണ് ഒരു ചെറിയ പീസ് എടുക്കാം. കമ്മലിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് എടുക്കാം. ഈ പീസ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ് വരുന്നത്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിൽ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇടക്കുണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ പോലും 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ കുട്ടികളൊക്കെ കാണുമ്പോൾ. ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ചെറിയ കുഞ്ഞു മക്കളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗവും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തിന് മുകളിലായിട്ട് മറ്റേ സൈഡ് വരണം. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇളകി വരും. ഇനി നമ്മൾ സൂചി നൂലെടുത്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതൊന്ന് മുകളിലോട്ടേക്കും താഴേക്കും സൂചി കൊണ്ടിരിക്കുന്ന സ്റ്റിച്ച് ചെയ്തെടുത്ത് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഇതൊരു റോക്കറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു ഐറ്റം പഠിപ്പിക്കും. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് കിട്ടും. ഓരോ കുട്ടികളും വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ് ആക്കാറുണ്ട്. ചിലർക്ക് അവരുടെ ഐഡിയാസ് കൂടെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ആക്കാറുണ്ട്. അപ്പം ഓരോന്ന് വ്യത്യാസമായിരിക്കും. നമ്മുടെ ക്ലാസ്സിലെ ചെറിയ മക്കളൊക്കെ ചെയ്യുന്ന വർക്കൊക്കെ ഭയങ്കര രസം. നല്ല കെട്ടയും അതിന് വേണ്ടിയിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ എന്താക്കാം, 2-3 കെട്ടി കൊടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കൊടുക്കാം. കെട്ടി കൊടുത്ത ശേഷം നമ്മൾ ബോൻ്റെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. നമ്മൾ ഓപ്ഷൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതൊന്ന് ഷേപ്പ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. 2-3 നല്ല ടൈറ്റ് കൊടുത്ത ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് ടൈമിൽ ചിലപ്പോൾ ഷേപ്പ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ എല്ലാം നമ്മൾ കെട്ടി കഴിഞ്ഞിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണെന്നും ഇല്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു നമുക്ക് ഏതായാലും വേണ്ടത് ആണെങ്കിൽ ഒന്ന് റിബൺ മുറിച്ചെടുക്കുന്നു, സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു, അതുപോലെ ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കുന്നു. നന്നായിട്ട് കെട്ടിയ ശേഷം നമ്മൾ അതിലോട്ട് ജെൻജിങ്സ് ഇടുന്നു, കമ്മൽ ഇടുന്നു, ഒരു സ്റ്റോൺ ഒട്ടിക്കുന്നു. ഇത്ര മാത്രമേ വരുന്നത്. അതിന് കമ്മലായിട്ട് മാറും. ഇനി നമ്മൾ കെട്ടിയ ശേഷം ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ജംഗ്ലിങ്സ് എടുത്തിട്ടുണ്ട്. ജംഗ്ലിങ്സിന് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒന്ന് അകത്തി കൊടുക്കാം. നമ്മൾ ഈ ജംഗ്ലിങ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത്. നമുക്ക് അകത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ അത് ടൈറ്റ് ആക്കുന്ന ടൈമിൽ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നെങ്കിൽ അത് ടൈറ്റ് ആയിട്ട് നിൽക്കാറില്ല. അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ജംഗ്ലിങ്സിന് ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ നൂലിൻ്റെ ഉള്ളിൽ നമ്മൾ ജംഗ്ലിങ്സ് ഇട്ട് കൊടുക്കുന്നു. ജംഗ്ലിങ്സിലോട്ട് നമ്മൾ കമ്മൽ ഹുക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി കമ്മൽ ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ